കേരളത്തിൽ വോട്ടിംഗ് സമയം അവസാനിച്ചപ്പോൾ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വോട്ടിന് കിറ്റും നോട്ടും തുടങ്ങിയ ആരോപണങ്ങൾക്കിടയിലും സംസ്ഥാനത്ത് രാവിലെ മുതൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒടുവിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 77.75% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോടും പാലക്കാട്ടും പോളിംഗ് 80% കടന്നു. മൂന്നാം തവണയും ഭരണ തുടർച്ചയ്ക്കായി LDFും 10 വർഷത്തിനു ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ UDFും ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. നിർണായക ശക്തിയാകാൻ ശക്തമായ പ്രചാരണമായി NDAയും ഇക്കുറി രംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അവസാന വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,71,42,952 ഇതിൽ 1,32,20,811 പേർ പുരുഷന്മാരും 1,39,21,868 പേർ സ്ത്രീകളുമാണ്. 273 പേർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, മന്ത്രി PA മുഹമ്മദ് റിയാസ്, NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, പൃഥ്വിരാജ്, ഭാര്യ സുപ്രിയ മേനോൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചപ്പോൾ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കുവച്ചത്. കണ്ണൂർ ജില്ലയിൽ ചിലയിടങ്ങളിൽ UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. കൊളന്ത, അടിച്ചേരി, മട്ടന്നൂർ, മലപ്പട്ടം എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ എത്തിയില്ല. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥിയാണ്. കോഴിക്കോടാണ് സുരേന്ദ്രന് വോട്ട്. അതേസമയം മഞ്ചേശ്വരത്ത് കള്ളവോട്ട് ആരോപണത്തിൽ ഒരാൾ കസ്റ്റഡിയിലായി. മഞ്ചേശ്വരത്ത് കള്ളവോട്ട് നടക്കുന്നുവെന്ന് ആരോപിച്ച് BJP പ്രതിഷേധം നടന്നു. കയ്യാറിലെ 128-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് ചെയ്തെന്ന് ആരോപണമുണ്ടായത്. കേരളത്തിലുണ്ടായ കനത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് ഇന്ന് രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.